ഇപ്പോഴിതാ വീട്ടിലെ വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന. മൂത്ത മകളെ നിർത്തി രണ്ടാമത്തെ മകൾ വിവാഹിതയായി എന്ന പേരിൽ ഒരുപാട് വിമർശനം കേട്ടിരുന്നു കൃഷ്ണകുമാറിൻ്റെ കുടുംബം. എന്നാൽ അതിലൊന്നും തന്നെ നിൽക്കാതെ ഇപ്പോൾ അഹാന വളരെ സുന്ദരിയായും സന്തോഷത്തോടെയും തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈ വർഷം അഹാനയുടെ വിവാഹം ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണെന്നാണ് പറയുന്നത്. വീട്ടിലൊരു വിശേഷം എന്തായാലും ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. ഇവരെല്ലാവരും തന്നെ പറയാതെ പറയുന്നതും ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തുതന്നെയായാലും അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഓസിയുടെ ഗർഭവാർത്ത എല്ലാവരും അറിയും. ഇതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വാർത്ത. അടുത്ത വധു അഹാനയാണോ എന്നുള്ള ചോദ്യത്തിൽ എന്നാണ് കല്യാണം എന്നുമുള്ള അഹാനയുടെ ചോദ്യങ്ങൾക്കും നിരവധി മറുപടിയുണ്ട്. സിനിമയിലെത്തിയ കാലം മുതൽ തന്നെ അഹാനയുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ ജീവിത പങ്കാളിയായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അഹാന പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒടുവിലായി പങ്കുവച്ച ലൈവിലും അഹാന വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എൻ്റെ വിവാഹത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ലൈവിലെത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാവട്ടെ പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. 2 വർഷത്തിനുള്ളിൽ എന്തായാലും നടക്കുമെന്നാണ് അഹാന പറയുന്നത്. ഇതിപ്പോൾ 2025 തുടക്കമല്ലേ, 2027 നിങ്ങൾക്ക് എൻ്റെ വിവാഹം കാണാൻ സാധിക്കും. ഉടനടിയൊന്നും ഉണ്ടാകില്ല. എനിക്ക് കുറച്ച് അധികം പദ്ധതികളുണ്ട്, നല്ല പ്ലാനുണ്ട്, നല്ലപോലെ ആലോചിച്ച് മാത്രം എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കണം കുറച്ചുകൂടി എന്ന് പ്രേക്ഷകർ പറയുന്നു. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയും ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ദിയയുടെ കല്യാണ സമയം മുതൽ തന്നെ അഹാനയുടെ കല്യാണത്തെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരുന്നു. അടുത്തത് അഹാനയുടെ വിവാഹമായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് നറുക്കെടുത്ത് നോക്കണമെന്നായിരുന്നു അഹാനയുടെ മറുപടി. കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് കല്യാണം എന്ന് ചോദിച്ചപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ എന്തായാലും കാണുമെന്നാണ് പറയുന്നത്. 2 വർഷത്തിനുള്ളിൽ എന്തായാലും നടക്കും എന്നായിരുന്നു അഹാനയുടെ പറഞ്ഞത്. പ്രായത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ചോദിച്ചതിന് പ്രത്യേക മറുപടിയൊന്നും അഹാന നൽകിയിട്ടില്ല. അഹാനയ്ക്ക് സന്തോഷവും അഹാന താല്പര്യമുള്ളപ്പോൾ വിവാഹം കഴിച്ചാൽ മതിയെന്നാണ് പ്രേക്ഷകർ. ഇതോടെ പ്രേക്ഷകരെല്ലാവരും അഹാനയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമാണ്. അതോടൊപ്പം ഓസി ഇപ്പോൾ ഗർഭിണിയാണോ എന്നും ചോദിക്കുന്നുണ്ട്. ഓസി ഇതിനുള്ള മറുപടി നൽകിയിട്ടില്ല. അഹാനെങ്കിലും അത് നൽകണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബത്തിലെ എല്ലാ വിശേഷവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. 4 പെൺമക്കളുള്ള കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും വാർത്തകൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. അതിൽ മൂത്തത് അഹാനയാണെങ്കിലും ദിയയുടെ വിവാഹമാണ് 3 മാസങ്ങൾക്ക് മുൻപ് നടന്നത്. ഇപ്പോഴല്ലേ ഒരു വിവാഹം നടന്നത്. നിങ്ങൾ കുറച്ചുകൂടി ക്ഷമിക്കൂ, ഒരു 2 വർഷം കൂടി തരൂ. 3 വർഷം ഗ്യാപ്പെങ്കിലും ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലല്ലോ. ഇങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ലൈവിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രതികരിച്ച് അഹാന എത്തിയത്. അഹാന ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ തന്നെ എല്ലാവരും ആവേശഭരിതരായി. എന്തായാലും 2 വർഷം സമയം എന്ന് പറഞ്ഞല്ലോ, വിവാഹം കഴിക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് തന്നെ നല്ല കാര്യമെന്ന് പ്രേക്ഷകർ പറയുന്നു. അതോടൊപ്പം എല്ലാവരും പ്രശംസിക്കുന്നുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.